മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം തടഞ്ഞ് ദില്ലി ഹൈക്കോടതി. വിചാരണ കോടതി ഉത്തരവിനെതിരായ ഇഡിയുടെ അപ്പീൽ ദില്ലി ഹൈക്കോടതി പരിഗണിക്കുന്നത് വരെ കെജ്രിവാളിന് പുറത്തിറങ്ങാനാകില്ല. അതേസമയം കുറ്റകൃത്യത്തിൽ കെജ്രിവാൾ നേരിട്ട് പങ്കെടുത്തതിന് തെളിവ് ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്നുമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് വിചാരണ കോടതിയിൽ നിന്നും ഇഡിക്ക് നേരിടേണ്ടി വന്നത്. വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകുമെന്നാണ് കരുതിയിരുന്നത്. ഇഡിയുടെ കടുത്ത എതിർപ്പ് മറികടന്നുകൊണ്ടായിരുന്നു കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇഡി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു. വിചാരണ കോടതിയിൽ വിശദമായ വാദമുന്നയിക്കാൻ അനുവദിച്ചില്ലെന്നും മതിയായ സമയം നൽകിയില്ലെന്നും ഇഡി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതി പുറപ്പെടുവിച്ച ജാമ്യ ഉത്തരവിന്റെ പ്രാബല്യം തടഞ്ഞ ദില്ലി ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ വിശദവാദം കേൾക്കാനും തീരുമാനിച്ചു. ഇതോടെ കെജ്രിവാളിന്റെ മോചനം നീളും. ജാമ്യ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്താൽ മുഖ്യമന്ത്രി ജയിലിൽ തുടരേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം നൽകുന്നത് തെളിവ് നശിപ്പിക്കൽ പോലുള്ളവയ്ക്ക് കാരണമാകുമെന്ന വാദങ്ങളാവും ഇഡി ഉയർത്തുക. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവിൽ ഇഡിക്കെതിരെ ഗുരുതര പരാമർശമാണ് വിചാരണ കോടതി നടത്തിയിരിക്കുന്നത്. ഇഡി പക്ഷപാതപരമായി പെരുമാറുന്നെന്നും കുറ്റകൃത്യവുമായി നേരിട്ട് കെജ്രിവാളിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇഡിക്ക് ഹാജരാക്കാനായില്ല എന്നും വിചാരണ കോടതി ഉത്തരവിൽ പറയുന്നു. വിജയ് നായരാണ് കെജ്രിവാളിന് വേണ്ടി പ്രവർത്തിച്ചതെന്ന് തെളിയിക്കാനായില്ലെന്നും FIRകളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേരില്ലാത്തതിനെക്കുറിച്ചും ഇഡി മൗനം പാലിക്കുന്നുവെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, ദില്ലി.